മറുഭാഗത്തായിട്ട് ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരും. കുർബാന ആരംഭിച്ചു കഴിഞ്ഞു. കുർബാനയുടെ ആദ്യത്തിൽ തന്നെ ഒന്നതിലേക്ക് തത്സമയം പോകാൻ തോന്നുന്നു. Utattisimus ad sacra mysteria celebranda. Confiteor de onnipotenti et vobis fratres, quia peccavi nimis cogitazione, verbo, opere et omissione. Mea culpa, mea maxima culpa. Ideo precor beata Mariam semper virginem, omnes angelos et santos, et vos fratres, orare pro me ad Dominum Deum nostrum. Misereatur nostri omnipotens Deus, et dimissis peccatis nostris, perducat nos ad vitam aeternam. ഡോക്ടർ സ്റ്റീഫൻ ആലത്ര ഇപ്പോൾ നമ്മോടൊപ്പം. ഫാദർ ഡോക്ടർ സ്റ്റീഫൻ ആലത്ര, ഇപ്പോൾ ജിയോവാനി ബാറ്റിസ്റ്റ റേ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന കർദിനാൾ കുർബാന ചൊല്ലിക്കൊടുക്കുന്നതല്ലേ ഇപ്പോൾ നമ്മൾ കേട്ടത്. പ്രാർത്ഥനാ നിർഭരമായ ഈ നിമിഷത്തെ എങ്ങനെ വിവരിക്കാം? വെച്ചിരിക്കുന്നു. അതീവ ഭക്തിയോടുകൂടിയാണ് വിശ്വാസ സമൂഹം എല്ലായിടത്തും ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നത്, പ്രത്യേകിച്ചും ടെലിവിഷനിലൂടെയെല്ലാം. ഈ വത്തിക്കാന്റെ സുന്ദരമായ ബസിലിക്കയുടെ മുന്നിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ചുവന്ന വസ്ത്രങ്ങൾ അണിഞ്ഞാണ് മെത്രാന്മാരും കർദിനാൾമാരും ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നത്. ചുവപ്പ് ക്രിസ്തുവിന്റെ രക്തസാക്ഷിത്വത്തിന്റെ അടയാളം കൂടിയാണ്. ഈ റെഡ് സ്കൾ ക്യാപ്പ് വെച്ചിരിക്കുന്നത്, അതായത് തലയിലെ ചുവന്ന സ്കൾ ക്യാപ്പ് എന്നാണ് അതിന് വിളിക്കുക, അതെല്ലാം കർദിനാൾമാരാണ്. നേരത്തെ വെള്ള തൊപ്പി വെച്ച് കുറെ പേര് വരുന്നത് കണ്ട്, ചുവന്ന, അത് മെത്രാന്മാരാണ്. അവരെല്ലാവരും മെത്രാന്മാരാണ്. അതുകൊണ്ടാണ് ഇത് ചുവന്ന വസ്ത്രം അണിഞ്ഞുകൊണ്ട് തന്നെ തിരുക്കർമ്മങ്ങൾക്കുള്ള വസ്ത്രമാണ്. ഇതെല്ലാം നമ്മളിപ്പോൾ കാണുന്നത് എല്ലാവരും തന്നെ കർദിനാളാണ്. ഹോങ്കോങ്ങിലെ കർദിനാൾ സ്റ്റീഫൻ ചോയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവരെല്ലാവരും കർദിനാൾ തിരുസംഘത്തിലെ വൈദികരെല്ലാവരും ചുവന്ന സ്റ്റോളുകൾ, ഇതെല്ലാവരും വൈദികരാണ്. ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന വൈദികരാണ്. ആയിരക്കണക്കിനോളം വൈദികർ അതിലുണ്ടാകും. അതുപോലെ 500-ലധികം മെത്രാന്മാർ പങ്കെടുക്കുന്നു എന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വത്തിക്കാൻ ബസിലിക്കകത്തുള്ള സെയിന്റ് പീറ്റ്, കാർഡിനൽ ക്ലീമിസ്, ബസിലിയസ് മാർ ക്ലീമിസ്, അതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ എന്നിവരെ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സെയിന്റ് സെബാസ്റ്റ്യന്റെ ദേവാലയത്തിൽ നിന്നാണ് പ്രതിഷ്ഠമായിട്ട് വത്തിക്കാൻ ചതുരത്തിലേക്ക് തിരുക്കർമ്മങ്ങൾക്കായിട്ട് വന്നത്. ഈ വത്തിക്കാൻ ബസിലിക്കയുടെ മുഖവാരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫാദർ ഡോക്ടർ സ്റ്റീഫൻ ആലത്ര, ഈ പ്രാർത്ഥനയിൽ ജിയോവാനി ബാറ്റിസ്റ്റയെ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് മിയാ കുൽപ്പ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ പിഴ എന്നുള്ള ആ പ്രാർത്ഥന ഇപ്പോൾ എങ്ങനെയാണ് അത് അന്വർത്ഥമാകുന്നത് എന്ന് അത് വിശദീകരിക്കാം, ഒരു കൗതുകം. അത് ഒരു ജേർണലിസ്റ്റിക് ആംഗിളിൽ കാണേണ്ട ആവശ്യമില്ല. ലത്തീൻ പ്രീതിയിലെ എല്ലാ ദിവ്യബലികളും ആരംഭിക്കുന്നത് വീണ്ടും നമ്മൾ കർദിനാൾ ബസിലിയസ് ക്ലീമിസിനെയും അതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിനെയും കാണുന്നു. എല്ലാ ദിവ്യബലികളും ആരംഭിക്കുന്നത് ഒരു പ്രത്യേക പ്രാർത്ഥനയോട് കൂടിയാണ്. അതായത് ദിവ്യബലികൾ ആരംഭിക്കുമ്പോൾ നമ്മളത് ഒരു പ്രകരണം ചൊല്ലിക്കൊണ്ടാണ്. ആ പ്രകരണത്തിൽ വരുന്ന ഒന്നാണ് എൻ്റെ പിഴ എന്നുള്ള ആ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന എല്ലാ ദിവ്യബലികളും ചൊല്ലുന്നു. അത് ഇപ്പോൾ ദിവ്യബലി ആരംഭിക്കുന്നതിന് മുൻപ് ജിയോന ബാറ്റിസ്റ്റ റേ അത് ചൊല്ലിക്കൊടുത്തപ്പോൾ എല്ലാവരും അത് ഒരുമിച്ച് ചൊല്ലി. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആ ഒരു പാപബോധത്തോടെ ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി, എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ 3 പ്രാവശ്യം. അപ്പോൾ ഈ ഇത് പറയുമ്പോൾ ഹൃദയത്തിൽ പോയി കൈകൊണ്ട് മുട്ടിക്കണം, എൻ്റെ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു അനുതാപത്തിന്റെ ചൈതന്യത്തോടു കൂടിയാണ് ദിവ്യബലി ആരംഭിക്കുന്നത്. ഇപ്പൊ ദിവ്യബലിയുടെ ആദ്യത്തെ ഭാഗത്തിന്റെ സമാപന പ്രാർത്ഥനയാണ്. അത് ലത്തീൻ ഭാഷയിലാണ് ചൊല്ലുന്നത്. ഇന്നത്തെ ലത്തീൻ ആരാധനക്രമത്തിൽ ദേവാലയങ്ങളിൽ ഉപയോഗിച്ച അതേ ലിറ്റർജി ആരാധനക്രമമാണ് ഇന്ന് നമ്മുടെ ലത്തീൻ ദേവാലയങ്ങളിൽ ഉപയോഗിച്ച അതേ പ്രാർത്ഥനകൾ തന്നെയാണ് വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിലും ചൊല്ലുന്നത്. ഇതേ തുടർന്ന്
വായനകളാണ്. ആദ്യത്തെ വായന ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള വായന അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ് ഇംഗ്ലീഷ് വായന വായിക്കുക. രണ്ടാമത്തേത് സ്പാനിഷ് ഭാഷയിലും സുവിശേഷം ഹീബ്രു ഭാഷയിലുമാണ് വായിക്കുന്നത്. A reading from the Acts of the Apostles. In those days, Peter opened his mouth and said, "Truly, I understand that God shows no partiality. But in every nation, anyone who fears him and does what is right is acceptable to him. As for the word that he sent to Israel, preaching good news of peace through Jesus Christ, he is Lord of all. You yourselves know what happened throughout all Judea, beginning from Galilee after the baptism that John proclaimed, how God anointed Jesus of Nazareth with the Holy Spirit and with power. He went about doing good and healing all who were oppressed by the devil, for God was with him. And we are witnesses of all that he did, both in the country of the Jews and in Jerusalem. They put him to death by hanging him on a tree, but God raised him on the third day and caused him to appear, not to all people, but to us, who had been chosen by God as witnesses, who ate and drank with him after he rose from the dead. And he commanded us to preach to the people and to testify that he is the one appointed by God to be judge of the living and the dead. To him, all the prophets bear witness that everyone who believes in him വായന സമാപിക്കാൻ receives പോവുകയാണ്. forgiveness വായന of സമാപിച്ച sins ശേഷം ഒരു through his name. സങ്കീർത്തനമാണ്. സങ്കീർത്തനം 22 വത്തിക്കാൻ ഗായക സംഘം ലത്തീൻ ഭാഷയിൽ ആലപിക്കും. ദൈവവചനം എന്നാണ് ഇപ്പോൾ ലത്തീൻ ഭാഷയിൽ ഗായക സംഘം ആലപിച്ചത്. ദൈവത്തിന് നന്ദി എന്ന് ദൈവജന സമൂഹം മറുപടി പറഞ്ഞു. വത്തിക്കാൻ ചതുരത്തിന്റെ സുന്ദരമായ ദൃശ്യങ്ങളാണ്. വത്തിക്കാൻ ബസിലിക്കയാണ് നമ്മൾ അതിന്റെ മുഖവാരം നമ്മൾ കാണുന്നു. ഇത് പ്രതിവചന സങ്കീർത്തനം ഇപ്പോൾ ലത്തീൻ ഭാഷയിൽ ആലപിക്കുന്നു. സങ്കീർത്തനം 22 വിശുദ്ധ ഗ്രന്ഥത്തിലെ ബൈബിളിലെ സങ്കീർത്തനം 22 ലത്തീൻ ഭാഷയിൽ ഇപ്പോൾ ആലപിക്കുന്നത്. Animam mea refecit. Deduxit me super semitas ius. കർദിനാൾമാര് ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വത്തിക്കാൻ ചതുരം, അതുപോലെ തന്നെ വത്തിക്കാൻ ചതുരത്തിൽ നിന്ന് നടുക്ക് നിൽക്കുന്ന സ്തൂപം. ആ സ്തൂപം ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്തൂപമാണ്. ഒരു കാലഘട്ടത്തിൽ യൂറോപ്പ് മുഴുവനും പേപ്പൽ രാജ്യം എന്നറിയപ്പെടുന്ന മാർപ്പാപ്പയുടെ രാജ്യമായിരുന്നു. പൊളിറ്റിക്കൽ ഭരണാധികാരിയായിരുന്നു മാർപ്പാപ്പ. പിന്നീടാണ് അത് ചുരുങ്ങി വത്തിക്കാൻ രാഷ്ട്രമായിട്ട് മാറുന്നത്. 1929 ഇറ്റലിയുമായിട്ടുള്ള ഒരു ഉടമ്പടി പ്രകാരമാണ് ഒരു 108 ഏക്കറിലേക്ക് മാത്രം ഒരുങ്ങുന്ന ചുരുങ്ങുന്ന പേപ്പൽ സാമ്രാജ്യമായിട്ട് മാറിയത്. വൈദികര് ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങള്. Virga tua et baculus tuus, ipsa me consolata sunt. Illa votas tuae, ibi me collocavit. Parastin conspectum eum ensam, adversus eus qui tribulam me. Illa votas tuae, ibi me collocavit. Impinguastin oleo caput meum, et calix meus redundat. Illo copas tuae, ibi me
et enim benignitas et ദിവ്യബലിയിലെ സഹകാർമ്മികര misericordia അല്ലാത്ത മെത്രാന്മാരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ടാണ് അവര് തിരുവസ്ത്രങ്ങൾ, ദിവ്യബലിയുടെ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞിട്ടില്ല. et inhabitabo in domo Domini in longitudinem die